നിൽക്കുന്ന ചിക്കുവാണ് ഇത്, അതായത് സപ്പോട്ട. ദേ കാണിക്കാൻ പറ്റുമോ ഇതിനകത്തോട്ട്? ഇതുപോലെ പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്തോ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കവറിട്ട് വെച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഒരുമാതിരി ഉള്ളതിനൊക്കെ കവറിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാലും കവറോടുകൂടിയാണ് വാവർ കടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് പഴുത്തത് നോക്കി എടുത്തിട്ടൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കാം. അതിനായിട്ട് മരത്തിൻ്റെ അടുക്കലോട്ട് വന്നതാണ്. ഇതിനകത്ത് ഞാൻ കെട്ടിയിട്ടിരുന്ന 2 എണ്ണം പഴുത്തിട്ടുണ്ടതേ. നമുക്ക് ഇനി ഉള്ളിലോട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോഴും നമുക്ക് 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതും കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ചിക്കുതേ നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചിക്കുവിന് നല്ല മധുരമായതുകൊണ്ട് പഞ്ചസാര അധികം വേണ്ട. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. പാലിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തെ ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇതൊന്ന് അടിച്ച് നോക്കട്ടെ, അടിച്ച് കഴിഞ്ഞിട്ടിടാം. നമുക്കിത് അടിച്ചെടുക്കാം. അതിനകത്തോട്ട് നമുക്കത് ഇത്ര ഐസ്ക്രീം കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ബൂസ്റ്റ് കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അതിനകത്തോട്ട് നമുക്കതേ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൊച്ചുങ്ങൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ കൊച്ചുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേ വീഴാനൊരു പാട്. ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ബൂസ്റ്റ് കൂടെ തൂക്കി കൊടുക്കാം. നോക്കിക്കാൻ നല്ലൊരു കളർഫുള്ളായിട്ടിരിക്കുന്നേ, സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടമായോ? അപ്പോൾ ഇത് ചിക്കു വിത്ത് വനീല ഐസ്ക്രീം ജ്യൂസ് എന്നാണ് ഞാനിതിന് പേരിട്ടത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ഇപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.